നിതിൻ രാജിന്റെ ന്യൂസ്, നിതിൻ രാജ് സൂയിസൈഡിനെ സംബന്ധിച്ചൊരു ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ ഈ കുട്ടിയുടെ വോയിസ് ക്ലിപ്പ് പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കേട്ടാൽ കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഇങ്ങനത്തെ എത്ര എക്സാമ്പിൾസ് നമുക്കിനി വേണം? ഇനി എത്ര ആൾക്കാർ ഇതേപോലെ ജീവത്യാഗം ചെയ്യണം ഇതിലൊക്കെ ഒരു മാറ്റം വരാൻ വേണ്ടിയിട്ട്? കാരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, 9 വർഷങ്ങൾക്ക് മുമ്പ് ജിഷ്ണു പ്രണോയ് എന്ന് പറഞ്ഞൊരു കേസ് ഉണ്ടായിരുന്നു. കാരണം ആ കോളേജിലാണ് ഞാൻ പഠിച്ചത്. അങ്ങനത്തെ ഒരു കേസല്ല, അങ്ങനത്തെ ഒരു 10-15 കേസ് ഈ കഴിഞ്ഞൊരു 15 വർഷത്തിനുള്ളിൽ 10-15 വർഷത്തിനുള്ളിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും, മറന്നിട്ടുണ്ടാവും. ബഹളത്തിലല്ല കാര്യം, ബഹളം കഴിഞ്ഞിട്ട് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം. കാരണം ബഹളം വരും പോകുന്നുള്ള ഇത് ചെയ്യുന്നവന്മാർക്കും അറിയാം. ഇപ്പൊ ബേസിക് ആയിട്ട് ആ ജിഷ്ണു പ്രണോയിന്റെ കേസ് ആരൊക്കെ ഓർത്തു വെക്കുന്നുണ്ട്? ഈ അവരുടെ വീട്ടുകാർ കൊല്ലം ബലിയിടാൻ വേണ്ടി ഓർക്കുന്നല്ലാതെ അവർക്ക് പോയി ബാക്കിയുള്ളവരാരും ഇതിനെക്കുറിച്ച് ഓർക്കൂല. കാരണം ജനങ്ങൾക്ക് ആ ഒരു ന്യൂസ് വാല്യൂ പോകുന്നവരെ ആ ഒരു ശ്രദ്ധ ഉണ്ടാവുള്ളൂ എന്നുള്ള ഇത് ചെയ്യുന്നവന്മാർക്കും ഇതിന്റെ പുറകുള്ളവർക്കും ഇത് ഈ ഒരു മെന്റാലിറ്റി ഉള്ളവർക്കും നന്നായിട്ട് അറിയാം. അതാണ് അവരുടെ ധൈര്യം. ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ അതിന്റെ ബഹളം ഉണ്ടാവുന്നതോടൊപ്പം തന്നെ ബഹളത്തിന് ശേഷം അതിന്റെ ഒരു സൊല്യൂഷനും അല്ലെങ്കിൽ അതിന്റെ ഒരു നിയമവ്യവസ്ഥക്കുള്ള മാറ്റവും മോണിറ്ററിംഗ് സംവിധാനങ്ങളും നല്ല ശിക്ഷയും കൊടുക്കണം. എന്നാൽ മാത്രമേ ഇത് തുടരാതിരിക്കുള്ളൂ. അല്ലെങ്കിൽ എന്തുണ്ടാവും, ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാവും, എല്ലാവരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യും, സോഷ്യൽ മീഡിയയിലും ന്യൂസിലൊക്കെ വന്നുകൊണ്ടിരിക്കും. അടുത്ത എന്തെങ്കിലും ന്യൂസ് വരുമ്പോൾ ഇത് അങ്ങോട്ട് മറക്കും. ഈ ജിഷ്ണു പ്രണോയിന്റെ കേസ് നടക്കുന്ന 2017. അത് കഴിഞ്ഞ് വെറും ഒരു കൊല്ലത്തിന് ശേഷം 2018 അതേ കോളേജിൽ ഒരു കുട്ടി വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു. ഈവൻ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ വരെ അവർ ശ്രമിച്ചില്ല എന്നൊക്കെ കുട്ടികൾ പറയുന്ന ഒരു വീഡിയോ, ഏഷ്യാനെറ്റ് ന്യൂസിന്റെ വീഡിയോ എപ്പോഴും യൂട്യൂബ് തപ്പിയാൽ കിട്ടും. ഇനി എത്ര രക്തസാക്ഷികൾ ഉണ്ടായാലാണ് ഇതിലൊരു മാറ്റം വരാൻ പോകുന്നത്? ആ വീട്ടുകാർക്കൊരു തണലാ വേണ്ടിയിരുന്ന നമ്മുടെ കേരളത്തിനെ ചിലപ്പോൾ എത്രയോ ഉയരത്തിലേക്ക് എത്തിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന എത്ര പ്രതിഭകളെ ആയിരിക്കും ഇങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകുക. ഇതിപ്പോൾ എത്രാമത്തെ സംഭവം? ഇതിന്റെ ഒരു ഫ്ലോ ശരിക്കും അങ്ങോട്ടൊന്ന് മാറണം. ഇങ്ങനെ എന്തെങ്കിലും ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് അതിന്റെ ആ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തണം. അതിനനുസരിച്ചുള്ള നിയമവ്യവസ്ഥകൾ മാറണം, മോണിറ്ററിംഗ് സംവിധാനങ്ങൾ വരണം. ഇനി ഇതൊരു സൈഡിൽ കിടക്കുന്നത് വേറെ ഈ ബുള്ളിങ്ങിന്റെ സംഭവം, ഷഹബാസിന്റെ കേസ് ഇപ്പൊ എത്ര പേര് ഓർക്കുന്നുണ്ട്? അതേപോലെ ഈ അടുത്ത് എത്രയാ അങ്ങനത്തെ വീഡിയോസ് വരുന്നത്, കുട്ടികൾ തമ്മിൽ അടികൂടുന്നുള്ള. എന്താണെന്നറിയോ, ഈ ബേസിക് സംഭവം കുട്ടികൾ അനുഭവിക്കുന്ന ഈ ബേസിക് സാറുമാരുടെ അടുത്തുനിന്ന് കോളേജുകളുടെ അടുത്തുനിന്ന് വരുന്ന ഈ ഒരു ടോർച്ചറിങ്ങും പിന്നെ അവരുടെ ഇടയിൽ തന്നെ വരുന്ന ഈ ബുള്ളിങ്ങും ഈ റാഗിങ്, ഈ പറയുന്ന 3-4 സംഭവം, ഒരു 4-5 സംഭവം ഫിഗർ ഔട്ട് ചെയ്യാതെ അതിനൊരു പ്രശ്നപരിഹാരം കണ്ടെത്താതെ നമുക്ക് മുമ്പോട്ട് ഒരു സംഭവം ക്ലിയർ ആയി കൊണ്ടുവരില്ല. ഇവിടെ ഫിക്സ് ചെയ്യണം, ഈ ഒരു ചുവടിൽ ഫിക്സ് ചെയ്യണം. ഈ ബേസിക് സംഭവങ്ങളിൽ തന്നെ പാകപ്പുഴ വരുമ്പോൾ എങ്ങനെയാണ് ഈ സംഭവങ്ങളൊക്കെ വൃത്തിയിൽ നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുക? ഇത് ശ്രദ്ധിച്ചാൽ മതി. ഇത് കുറച്ചു കാലം ഇങ്ങനെ ഡിസ്കഷൻ ഉണ്ടാവും, ആൾക്കാർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യും, പിന്നെ പതിയെ അതിന്റെ ന്യൂസ് വാല്യൂ പോകും. ഞാൻ നേരത്തെ പറഞ്ഞ കോളേജ് ഇപ്പോൾ ഒരു പ്രശ്നമില്ലാതെ നന്നായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നു. ഇതാ ഇത്രയൊക്കെ ഉള്ളൂ സംഭവം. പക്ഷേ ഇനി ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇനിയൊരു രക്തസാക്ഷി, ഇനിയൊരു കുട്ടിക്കും ഇങ്ങനെ ഒരു തോട്ട് മനസ്സിൽ കൂടി വരാതിരിക്കട്ടെ. അതിനനുസരിച്ചുള്ള നിയമവ്യവസ്ഥകൾ, അതിനനുസരിച്ചുള്ള മോണിറ്ററിംഗ് സിസ്റ്റംസ്, ഇതൊക്കെ വരാൻ വേണ്ടി നമുക്ക് സംസാരിക്കാം. ഇതൊക്കെ വരാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമുക്ക് ചെയ്യാം. അത്രയേ ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ളൂ. ഇത് ചെയ്തവർക്ക് നല്ല ശിക്ഷ കൊടുക്കാനും സാധിക്കട്ടെ നിയമത്തിന്. അതേപോലെ ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള മാറ്റങ്ങൾ നിയമത്തിൽ ഉണ്ടാവട്ടെ.